ഈ കാലുകൾ കൊണ്ടാണ് ലയണൽ മെസ്സി തന്റെ സമ്പത്ത് കെട്ടിപ്പടുത്തത്. കഴിഞ്ഞ 28 വർഷം കൊണ്ട് അദ്ദേഹത്തിന്റെ പൊന്നും വിലയുള്ള കാലുകൾ മൈതാനത്ത് നിന്ന് സൃഷ്ടിച്ചത് 9,000 കോടി രൂപയോളമാണ്. മാച്ച് ഫീസും ശമ്പളവും പെർഫോമൻസ് ബോണസും സൈനിങ് ബോണസും എല്ലാം ചേർത്താണിത്. ബ്രാൻഡ് എൻഡോഴ്സ്മെന്റുകൾ വേറെ. എന്നാൽ എക്കാലവും ഈ കാലുകൾ മൈതാനത്ത് തളരാതെ ഓടില്ലെന്ന് മെസ്സിക്കറിയാം. 2-3 വർഷത്തിനുള്ളിൽ താൻ കാലുകൾ കൊണ്ട് നടക്കാൻ പഠിക്കേണ്ടി വരും. അതിന് മെസ്സിക്ക് തന്റെ പണം ഇരട്ടിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് ലയണൽ മെസ്സി L10 എന്ന ഈ വൈൻ ബ്രാൻഡ് സൃഷ്ടിച്ചത്. MIM എന്ന ഹോട്ടൽ ശൃംഖല ആരംഭിച്ചത്. മെസ്സി സ്റ്റോർ എന്ന ഫാഷൻ സ്ഥാപനത്തിന് ശിലയിട്ടത്. 525 റൊസാരിയോ എന്ന പേരിൽ പ്രൊഡക്ഷൻ കമ്പനി ആരംഭിച്ച് സിനിമകൾ നിർമ്മിക്കുന്നത്. മാസ് പ്ലസ് എന്ന എനർജി ഡ്രിങ്ക് ബ്രാൻഡ് ഉണ്ടാക്കിയത്. എഡിഫിക്കോ റോസ്റ്റവർ സോസിമി എന്ന തന്റെ റിയൽ എസ്റ്റേറ്റ് കമ്പനി ഉപയോഗിച്ച് സ്പെയിനിലും അമേരിക്കയിലും പൊന്നും വിലയുള്ള ഭൂമി സ്വന്തമാക്കി ഡെവലപ്പ് ചെയ്യുന്നത്. matchday.com എന്ന സ്റ്റാർട്ടപ്പ് തുടങ്ങി തന്റെ വീഡിയോ ഗെയിമിംഗ് സാമ്രാജ്യം സ്റ്റെൽത്ത് മോഡിലാക്കിയത്. സുഹൃത്തും മുൻ അർജന്റീനിയൻ ഫോർവേഡുമായ സെർജിയോ അഗൂറോ ആരംഭിച്ച ക്രൂ ഇ സ്പോർട്സ് ഏറ്റെടുത്ത് ഉയരങ്ങളിലെത്തിച്ചത്. എൽ ക്ലബ് ഡി ലാ മെലാനിസ എന്ന പേരിൽ അർജന്റീനിയൻ റെസ്റ്റോറന്റ് ശൃംഖല ആരംഭിച്ചത്. മൈതാനത്ത് കാലുകൾ കൊണ്ട് നേടിയത് കമ്പനി ബോർഡ് റൂമുകളിൽ തലകൊണ്ട് ആവർത്തിക്കുന്ന തീർത്തും വ്യത്യസ്തനായ ഒന്നാം കിട ബിസിനസ്സുകാരനായ മെസ്സിയെയാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ബാഴ്സലോണയിൽ നിന്ന് അധികം ദൂരെയല്ലാത്ത തീരദേശ പട്ടണമായ സിഡ്ജസ് മെസ്സിയുടെ ഏറ്റവും പ്രിയപ്പെട്ട വെക്കേഷൻ സ്പോട്ടാണ്. ഭാര്യ അന്റോനെല്ലയ്ക്കും മക്കളായ തിയാഗോയ്ക്കും മാറ്റിയോയ്ക്കും സിറോയ്ക്കുമൊപ്പം വർഷത്തിൽ ഒരു തവണയെങ്കിലും മെസ്സി ഇവിടെ എത്തി ഒരാഴ്ചയോളം താമസിക്കും. സിഡ്ജസിൽ തന്നെയാണ് തന്റെ ആദ്യ ഹോട്ടൽ പണിയാനും മെസ്സി സ്ഥലം കണ്ടെത്തിയത്. ഹോട്ടൽ MIM സിഡ്ജസ് ലയണൽ മെസ്സിയുടെ ആഡംബര ഹോട്ടൽ ശൃംഖലയായ MIM ഹോട്ടൽസിലെ ആദ്യത്തെ ഡയമണ്ട് ക്ലാസ് ഹോട്ടൽ. മെസ്സിയും ബാഴ്സലോണയിലെ പ്രശസ്തമായ മജസ്റ്റിക് ഹോട്ടൽ ഗ്രൂപ്പും ചേർന്നാണ് MIM ഹോട്ടൽ ശൃംഖല തുടക്കമിട്ടത്. ഇരുകൂട്ടരും തമ്മിലുള്ള പങ്കാളിത്തം സൂചിപ്പിക്കുന്ന മജസ്റ്റിക് ഐ മെസ്സി എന്നതാണ് MIMന്റെ പൂർണ്ണരൂപം. മെസ്സിയുടെ ഹോട്ടൽ സംരംഭം വലിയ സെലിബ്രിറ്റി ആർപ്പുവിളികളോടെയല്ല തുടങ്ങിയത്. മെസ്സി ബാഴ്സലോണയ്ക്ക് വേണ്ടി ക്യാമ്പ് നോവിൽ കളിക്കുന്ന കാലത്ത് 2017 ഈ ഹോട്ടൽ യാഥാർത്ഥ്യമായത്. ഹോട്ടലിന്റെ തീം എന്തായിരിക്കണം എന്ന് തീരുമാനിച്ചത് മെസ്സിയും ഭാര്യ അന്റോനെല്ല റക്കൂസയും ചേർന്നാണ്. ആ ഹോട്ടലിന് മെസ്സിയുടെ വ്യക്തിത്വം പ്രതിഫലിപ്പിക്കാൻ കഴിയണം. കാംനെസ്, ശാന്തത, പ്രിസിഷൻ, കൃത്യത, എലഗൻസ് ഇൻ സിംപ്ലിസിറ്റി, ലാളിത്യത്തിലെ കുലീനത്വം. ലോകം വാഴ്ത്തുന്ന ലയണൽ മെസ്സിയുടെ 3 സിദ്ധികൾ. ഇത് 3ഉമായിരിക്കണം തീം എന്ന് ആർക്കിടെക്റ്റുമാർക്ക് അന്റോനെല്ലയാണ് നിർദ്ദേശം നൽകിയത്. മിനിമലിസ്റ്റിക് ശൈലിയിൽ പ്രകൃതിദത്തമായ വെളിച്ചം നിറഞ്ഞു നിൽക്കുന്ന രീതിയിലാണ് ഹോട്ടൽ MIM സിഡ്ജസ് പണിതീർത്തത്. സിഡ്ജസിന് ശേഷം മെസ്സിയുടെ ടീം ഹോട്ടൽ ശൃംഖല ചിട്ടയോടെ വികസിപ്പിച്ചു. രണ്ടാമത്തെ ഹോട്ടൽ ഇബിസയിലായിരുന്നു. ശതകോടീശ്വരന്മാരുടെ കളിത്തൊട്ടി. ഇവിടെ MIM ഇബിസ നീലക്കടലിനഭിമുഖമായി ഒരു വെളുത്ത സ്വപ്നം പോലെ നിൽക്കുന്നു. മൂന്നാമതായി പിരാനിസ് പർവ്വതനിരകളുടെ ഉയരത്തിൽ ബക്വേര ബെററ്റ് എന്ന പേരിൽ സ്കീയിങ് റിസോർട്ട് തുടങ്ങി. പിന്നീട് ഫ്രാൻസിനും സ്പെയിനിനും ഇടയിലുള്ള ഒരു ചെറിയ രാജ്യമായ അന്റോറയിൽ ഹോട്ടൽ തുടങ്ങി. കുപ്രസിദ്ധ ടാക്സ് ഹാവനായ അന്റോറയിൽ നികുതിയില്ലാതെ പണം നിക്ഷേപിക്കാനെത്തുന്ന ശതകോടീശ്വരന്മാരുടെ ഇഷ്ടകേന്ദ്രമാണ് ഇന്ന് MIM അന്റോറ. പിന്നീട് മയോർക്കയിലും സൊട്ടാഗ്രാൻഡയിലും MIM ഹോട്ടലുകൾ ഉയർന്നു. 5 ഹോട്ടലുകളും ഒരു സ്കീയിങ് റിസോർട്ടുമായി MIM വളർച്ചയുടെ പാതയിലാണ്. ഓരോ ഹോട്ടലിനും ഗ്രീൻ ഗ്ലോബ് സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള പരിസ്ഥിതി സർട്ടിഫിക്കേഷൻ മെസ്സി നിർബന്ധമാക്കിയിട്ടുണ്ട്. അമിതമായ ആഡംബരം എന്നതിനേക്കാൾ പ്യൂരിറ്റിക്കാണ് തന്റെ ഹോട്ടൽ ഗ്രൂപ്പ് മുൻഗണന നൽകുകയെന്ന് ഒരു ലോഞ്ചിനിടെ മെസ്സി പ്രഖ്യാപിച്ചിരുന്നു. ഹോട്ടലുകൾക്ക് നൽകാൻ തന്റെ പേരിന്റെ അവകാശം മാത്രം വിൽക്കുന്ന സെലിബ്രിറ്റികളിൽ നിന്നും വ്യത്യസ്തമായി മെസ്സി തന്റെ കുടുംബത്തിന്റെ ഹോൾഡിംഗ് കമ്പനിയായ ലിമെഗു എസ്പാന 2010 SL വഴിയാണ് ഈ പ്രോപ്പർട്ടികളിൽ നിക്ഷേപം നടത്തിയിരിക്കുന്നത്. ഈ പണം മുഴുവൻ മെസ്സി മൈതാനത്തു നിന്നും ഉണ്ടാക്കിയതാണ്. വേറെ നിക്ഷേപകരില്ല. നടത്തിപ്പ് അവകാശം മാത്രം മജസ്റ്റിക് ഗ്രൂപ്പിന്. മെഡിറ്ററേനിയനിൽ ഉടനീളം തുടർന്ന് ലാറ്റിൻ അമേരിക്കയിലേക്കും മിഡിൽ ഈസ്റ്റിലേക്കും ഹോട്ടൽ ഗ്രൂപ്പിന്റെ വികാസമാണ് മെസ്സിയുടെ പദ്ധതി. ക്രിസ്ത്യാനോ റൊണാൾഡോ ജിമ്മുകൾ തുറക്കുമ്പോഴും നവോമി ഒസാക്ക സ്കിൻ കെയറിൽ നിക്ഷേപം നടത്തുമ്പോഴും മെസ്സി കൂടുതൽ സൂക്ഷ്മമായ മറ്റൊന്നാണ് ചെയ്യുന്നത്. തന്റെ ഓരോ ഹോട്ടലും സ്വന്തം ഭൂമിയിലാണ് അദ്ദേഹം പണിതീർക്കുന്നത്. ദീർഘകാല ലീസുകളോ കരാറുകളോ ഇല്ല. ആഡംബര റിയൽ എസ്റ്റേറ്റിന് ഒരിക്കലും മൂല്യം നഷ്ടപ്പെടാത്ത മെഡിറ്ററേനിയൻ തീരത്ത് മെസ്സിയുടെ പോർട്ട്ഫോളിയോ നിശബ്ദമായി മൂല്യം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഹോട്ടൽ ശൃംഖല കെട്ടിപ്പടുത്തുകൊണ്ടിരുന്ന 2019 തന്നെ മെസ്സി മറ്റൊരു വലിയ പദ്ധതിക്ക് കൂടി തുടക്കമിട്ടിരുന്നു. ഫാഷൻ സ്പോർട്സ് വെയർ. ആ വർഷമാണ് അദ്ദേഹം ദ മെസ്സി സ്റ്റോർ ആരംഭിച്ചത്. പ്രശസ്ത ഡിസൈനർ ടോമി ഹിൽഫിഗറിന്റെ സഹോദരിയായ ജിന്നി ഹിൽഫിഗറുമായി സഹകരിച്ച് ഒരു ലൈഫ് സ്റ്റൈൽ ബ്രാൻഡ്. നൈക്കിയുമായോ അഡിഡാസുമായോ ഉള്ള മത്സരമല്ല മെസ്സി സ്റ്റോറിലൂടെ ലക്ഷ്യമിട്ടത്. അത് കാലാതീതമായ ക്ലാസിക്കായ ഒരു ഐഡന്റിറ്റി സൃഷ്ടിക്കുന്നതിന് വേണ്ടിയായിരുന്നു. മെസ്സിയുടെ ശാന്തമായ ആത്മവിശ്വാസത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുള്ള എവരിഡേ ഫാഷൻ, ന്യൂട്രൽ നിറങ്ങൾ, ക്ലീൻ കട്ടുകൾ, അനായാസമായ ആകർഷണീയത, ആത്മവിശ്വാസത്തിന്
ഒച്ചപ്പാട് ആവശ്യമില്ലെന്ന് വിശ്വസിക്കുന്ന ആളുകൾക്കുള്ള ഫാഷനാണിത്. ആദ്യം ഇ-കൊമേഴ്സ് വിൽപ്പനയുടെ രൂപത്തിൽ D2C ബ്രാൻഡായാണ് മെസ്സി സ്റ്റോർ ടീഷർട്ടുകളും ഷോർട്സുകളും പുറത്തിറക്കിയത്. themessystore.com വഴി ഒരൊറ്റ ഫ്ളാഗ്ഷിപ്പ് സ്റ്റോർ പോലുമില്ലാതെ ലോകമെമ്പാടുമുള്ള ആരാധകരിലേക്ക് ഇവയെത്തി. കാലക്രമേണ ബ്രാൻഡ് പ്രീമിയം ബേസിക്കുകളിലേക്ക് വ്യാപിച്ചു. പോളോകൾ, ജാക്കറ്റുകൾ, ഹൂഡികൾ, ക്യാപ്പുകൾ, ആക്സസറികൾ. ഫാഷൻ വ്യവസായത്തിൽ തങ്ങൾക്കുള്ള പതിറ്റാണ്ടുകളുടെ പാരമ്പര്യം ജിന്നി ഹിൽഫിഗർ മെസ്സി സ്റ്റോറിൽ കൊണ്ടുവന്നു. മറ്റൊരു സെലിബ്രിറ്റി മെർക്ക് എന്ന കെണിയിൽ മെസ്സി സ്റ്റോർ വീഴുന്നില്ലെന്ന് ഉറപ്പുവരുത്തി. അവരുടെ മാർഗനിർദ്ദേശപ്രകാരം ദ മെസ്സി സ്റ്റോർ ഒരു യഥാർത്ഥ ലൈഫ് സ്റ്റൈൽ ലേബലായി സ്വയം സ്ഥാപിച്ചു. ആക്സസിബിൾ ലക്ഷറി വിഭാഗത്തിൽ റാൽഫ് ലോറൻ, ലക്കോസ്റ്റെ തുടങ്ങിയ ബ്രാൻഡുകളോടാണ് മെസ്സി സ്റ്റോർ ഇന്ന് മത്സരിക്കുന്നത്. ബ്രാൻഡിന്റെ വളർച്ചയിൽ മെസ്സിയുടെ ഭാര്യ ആന്റോനെല്ല റൊക്കൂസയും ശാന്തമായ എന്നാൽ സ്വാധീനമുള്ള ഒരു പങ്ക് വഹിക്കുന്നു. അവർ ക്യാമ്പയിനുകളിൽ പ്രത്യക്ഷപ്പെടുന്നു, ലോഞ്ചുകളെ പിന്തുണയ്ക്കുന്നു, ബ്രാൻഡിന് രൂക്ഷ്മളമായ മനുഷ്യസ്പർശം നൽകുന്നു. വേഗത്തിൽ കത്തിജ്വലിക്കുകയും അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന സാധാരണ സെലിബ്രിറ്റി ബ്രാൻഡുകളിൽ നിന്ന് വ്യത്യസ്തമായി ദ മെസ്സി സ്റ്റോർ ശാന്തമായി വളരുന്നു. വിൽപ്പനയുടെ വലിപ്പത്തേക്കാൾ ഗുണനിലവാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അതിന്റെ സപ്ലൈ ചെയിനുകൾ സുതാര്യമാണ്. വിയറ്റ്നാമിലാണ് വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നത്. മൈക്കിൾ ജോർദാന്റെ ജംപ്മാൻ ലോഗോയെ ഐതിഹാസികമാക്കിയ അതേ മനഃശാസ്ത്രപരമായ ബന്ധമാണ് മെസ്സി സ്റ്റോറിലും ഹിൽഫിഗർ കുടുംബം തുന്നിച്ചേർത്തത്. ദ മെസ്സി സ്റ്റോറിന്റെ അടുത്ത നീക്കം ഇതിനകം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. ട്രാവൽ വെയറിലും പെർഫ്യൂം ഇൻഡസ്ട്രിയിലും പുതിയ ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കാനിരിക്കുകയാണ് കമ്പനി. ലയണൽ മെസ്സി സിനിമയും സോപ്പ് ഓപ്പറകളും ടെലിവിഷൻ സീരീസുകളും ഒക്കെ നിർമ്മിക്കാറുണ്ട്. അതിന് അദ്ദേഹത്തിന് ഒരു കമ്പനിയുമുണ്ട്, 525 റൊസാരിയോ എന്ന പേരിൽ. ആ പേരിനും ഒരു വൈകാരിക തലം നൽകിയിരിക്കുന്നു. അർജന്റീനയിലെ റൊസാരിയോയിൽ ലയണൽ എന്ന കൊച്ചുകുട്ടി വളർന്ന വീടിന്റെ നമ്പറാണ് 525. ക്ലാസിക് സീരീസുകളുടെ ടൈറ്റിൽ കാർഡിൽ തന്റെ പേര് വരുത്താൻ വേണ്ടി മാത്രം മെസ്സി ആരംഭിച്ച പ്രൊഡക്ഷൻ കമ്പനിയല്ല 525 റൊസാരിയോ. അദ്ദേഹം ഹോളിവുഡിലെ മുൻനിര പ്രൊഡക്ഷൻ സ്റ്റുഡിയോകളിലൊന്നായ സ്മഗ്ലർ എന്റർടൈൻമെന്റുമായി പങ്കാളിത്ത കരാർ ഒപ്പുവച്ചിട്ടുണ്ട്. ലയണൽ മെസ്സിയുടെ ആപ്പിൾ TV ഡോക്യുമെന്ററികൾക്ക് പിന്നിലുള്ള അതേ ടീമാണ് സ്മഗ്ലർ എന്റർടൈൻമെന്റ്സ്. കൂടാതെ നൈക്കി, ആപ്പിൾ, ഗൂഗിൾ പോലുള്ള വമ്പന്മാർക്ക് വേണ്ടി പരസ്യ ക്യാമ്പയിനുകൾ നിർമ്മിച്ചവരും. മെസ്സിയും സ്മഗ്ലറും ഒരുമിച്ച് ലോസ് ഏഞ്ചൽസിലും മയാമിയിലും പുതിയ സ്റ്റുഡിയോകൾ ആരംഭിച്ചു. 525 റൊസാരിയോയുടെ ഉള്ളിൽ മെസ്സിയുടെ ദൗത്യം ലളിതവും എന്നാൽ ശക്തവുമാണ്. മികച്ച ഗുണമേന്മയുള്ള സിനിമകൾ, ഡോക്യുമെന്ററികൾ, ലൈവ് ഇവന്റ്സ്, ബ്രാൻഡഡ് കണ്ടന്റ് എന്നിവ സൃഷ്ടിക്കുക. മെസ്സിസ് വേൾഡ് കപ്പ്, ദ റൈസ് ഓഫ് എ ലെജൻഡ്, മെസ്സി മീറ്റ്സ് അമേരിക്ക എന്നീ 2 ഡോക്യു സീരീസുകളാണ് ഈ പ്രൊഡക്ഷൻ കമ്പനി ആദ്യമായി പൂർത്തിയാക്കിയത്. ഹോളിവുഡ് ലെജൻഡായ ക്രിസ്റ്റൽ കസിഡോ ആണ് കമ്പനിയുടെ ഹെഡ് ഓഫ് ഡെവലപ്മെന്റ്. കാൻ ഫിലിം ഫെസ്റ്റിവൽ അടക്കം സംഘടിപ്പിക്കാൻ ഈ പ്രൊഡക്ഷൻ കമ്പനി തങ്ങളുടെ ലോട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഡിസ്നി പ്ലസ്, നെറ്റ്ഫ്ലിക്സ്, ഹുലു എന്നിവയുമായെല്ലാം കരാറുകളുണ്ട്. ഹോളിവുഡിലെ മിഡ് ടയർ ബജറ്റിലുള്ള 4 സിനിമകൾ 525 റൊസാരിയോ ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുട്ബോൾ കളിയുടെ ഇടവേളകളിൽ മെസ്സി ഏറ്റവും അധികം സമയം ചിലവഴിക്കുന്നത് എന്തിനാണ്? അദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്ന ഉത്തരം പുതിയ റിയൽ എസ്റ്റേറ്റ് വിൽപ്പനയ്ക്കായി ചർച്ചയും സൈറ്റ് വിസിറ്റും നടത്തുന്നതിനാണെന്നാണ്. യൂറോപ്പിലെമ്പാടുമായി വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു റിയൽ എസ്റ്റേറ്റ് പോർട്ട്ഫോളിയോ മെസ്സിക്കുണ്ട്. എഡിഫിഷിയോ റോസ്റ്റോവർ സോസിമി എന്നാണ് മെസ്സിയുടെ റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ പേര്. $220 മില്യൺ മൂല്യമാണ് ഈ കമ്പനിക്ക് ഇപ്പോഴുള്ളത്. മെസ്സിയുടേത് ഒരു സാധാരണ സെലിബ്രിറ്റി പ്രോപ്പർട്ടി കളക്ഷൻ അല്ല, പബ്ലിക് ലിസ്റ്റഡ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് ആണ്. സ്പെയിനിൽ അതിനെ സൊസിമി എന്നാണ് വിളിക്കുന്നത്. മെസ്സിയുടെ സ്വകാര്യ ഹോൾഡിംഗ് കമ്പനിയായ ലിമേക്കു എസ്പാന 2010 ആണ് എഡിഫിഷോ റോസ്റ്റോവറിനെ നിയന്ത്രിക്കുന്നത്. MIM ഹോട്ടലുകളും പ്രോപ്പർട്ടികളുമെല്ലാം ഈ കമ്പനിയുടെ കീഴിലാണ്. സ്പെയിനിലെമ്പാടും ഓഫീസുകളും വാണിജ്യ കെട്ടിടങ്ങളും ഈ കമ്പനിക്കുണ്ട്. ബാഴ്സലോണയിൽ എക്സാമ്പിൾ ഡിസ്ട്രിക്റ്റിന്റെ ഹൃദയഭാഗത്ത് റോസ്റ്റോവർ എന്ന പേരിൽ തന്നെ ഒരു 6 നില കെട്ടിടത്തിലാണ് ആസ്ഥാനം. ഒരു സൂപ്പർ മാർക്കറ്റ് ശൃംഖലയ്ക്ക് വാടകയ്ക്ക് നൽകിയിട്ടുള്ള സിഡ്ജസിലെ വെയർഹൌസ്, കൂടാതെ പാരീസ്, ലണ്ടൻ, ബലേറിക് ഐലൻഡ്സ് എന്നിവിടങ്ങളിലെ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടികളും കമ്പനിയുടെ ഫ്ളാഗ്ഷിപ്പ് ഉൽപ്പന്നങ്ങളാണ്. 2024 സ്പെയിനിലെ ആൾട്ടർനേറ്റീവ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ $223 മില്യൺ മൂല്യത്തോടെയാണ് എഡിഫിഷോ റോസ്റ്റോവർ പബ്ലിക് ലിസ്റ്റിംഗ് അരങ്ങേറ്റം കുറിച്ചത്. മെസ്സി 2 പതിറ്റാണ്ടിലേറെയായി സ്പെയിനിലാണ് താമസം. ഏത് നൈബർഹുഡുകളാണ് ബൂം ചെയ്യുന്നത്, ഏത് നഗരങ്ങളാണ് ആഡംബര വിനോദസഞ്ചാരികളെ കൊണ്ടുവരുന്നത് എന്നെല്ലാം അദ്ദേഹത്തിന് അറിയാം. തന്റെ ആസ്തികളെ ഒരു സോസിമിയാക്കി മാറ്റുന്നതിലൂടെ അദ്ദേഹത്തിന് വലിയ ടാക്സ് അഡ്വാൻറ്റേജ് ലഭിക്കുന്നുണ്ട്. സ്ഥിരമായ വാടക വരുമാനം, ഒപ്പം പ്രൊഫഷണൽ മാനേജ്മെന്റും. എല്ലാം സുഗമമല്ല. 2023 കമ്പനി റിപ്പോർട്ട് ചെയ്തത് $1.7 മില്യൺ നഷ്ടമാണ്. എങ്കിലും മെസ്സി കളി നിർത്തിയിട്ടില്ല. അദ്ദേഹം കൂടുതൽ പ്രോപ്പർട്ടികളിലേക്ക് വിപുലീകരിക്കാനാണ് ശ്രമിച്ചത്. കാരണം ഇതൊരു ഷോർട്ട് ബെറ്റ് അല്ല, തലമുറകൾക്കുള്ള സമ്പത്ത് കെട്ടിപ്പടുക്കലാണ്. ഇവിടെ മെസ്സി മറ്റൊരു കോൺട്രാക്റ്റിനു വേണ്ടി മാത്രം കളിക്കുകയല്ല. മെസ്സിക്ക് അർജന്റീനയിൽ കണ്ണെത്താത്ത ദൂരത്തോളം പരന്നു കിടക്കുന്ന മുന്തിരിത്തോട്ടങ്ങളുണ്ട്. മുന്തിരി വീഞ്ഞാക്കി മാറ്റാനുള്ള വൈനറികളുണ്ട്. വൈൻ ബോട്ടിലുകളിൽ പതിക്കാൻ ലോകമറിയുന്നൊരു ലേബലുമുണ്ട്.
എൽട്ടൺ. അർജന്റീനയിലെ ഏറ്റവും പ്രശസ്തമായ മാൽബക്ക് വൈൻ റീജിയനുകളിലൊന്നായ മെൻഡോസയിലാണ് മെസ്സിയുടെ മുന്തിരിത്തോട്ടങ്ങളുള്ളത്. ആൻഡീസ് പർവ്വതനിരകളുടെ താഴ്വരയിലാണ് മെൻഡോസ. മുന്തിരിത്തോട്ടങ്ങൾ സ്വർണ്ണ നിറമാർന്ന ചെരുവുകളിലുടനീളം വ്യാപിച്ചു കിടക്കുന്നു. ലോകപ്രശസ്തമായ മാൽബക്ക് വൈൻ ഉണ്ടാക്കുന്ന പ്രത്യേക ഇനം മുന്തിരി മെൻഡോസയിൽ മാത്രമേയുള്ളൂ. ഇവിടെ 2010 മുതൽ മെസ്സി തുടർച്ചയായി തോട്ടങ്ങൾ വാങ്ങിക്കൂട്ടി. നിലവിൽ അദ്ദേഹത്തിന്റെ സ്വകാര്യ എസ്റ്റേറ്റ് 900 ഏക്കറാണെന്ന് കണക്കാക്കുന്നു. 2015 മാൽബക്ക് വൈൻ തന്റെ ബ്രാൻഡ് നെയിമുമായി കൂട്ടിച്ചേർത്താൽ അതിന് ഇരട്ടി ശക്തി ലഭിക്കുമെന്ന് മെസ്സി തിരിച്ചറിയുന്നത്. അങ്ങനെ എൽട്ടൺ ബ്രാൻഡ് പിറന്നു. ലയണൽ എന്ന പേരിന്റെ ആദ്യാക്ഷരവും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ജേഴ്സി നമ്പറും ചേർന്നുള്ള ബ്രാൻഡ്. ഈ ലേബൽ അർജന്റീനിയൻ വൈൻ ഭീമന്മാരായ ബോഡഗാസ് ബിയാഞ്ചിയും മെസ്സിയുടെ ചാരിറ്റബിൾ ഫൗണ്ടേഷനും തമ്മിലുള്ള ഒരു കൊളാബറേഷനാണ്. മുന്തിരിപ്പഴങ്ങൾ വരുന്നത് മെസ്സിയുടെ സാൻ റാഫേലിലുള്ള ഡോണായൽസ എസ്റ്റേറ്റിൽ നിന്നാണ്. സമുദ്രനിരപ്പിൽ നിന്നും 3000 അടി ഉയരത്തിലാണ് ഈ മുന്തിരിച്ചെടികൾ വളരുന്നത്. എൽട്ടൺ ടൊറോണ്ടോസ് 2020 വിന്റേജ് 100% ടൊറോണ്ടോസ് വെറൈറ്റിയാണ്. കൈകൊണ്ട് പറിച്ചെടുത്ത് ശ്രദ്ധയോടെ ഫെർമെന്റ് ചെയ്തത്. ലക്ഷറി വൈനുകളുടെ ശ്രേണിയിലാണ് ഇത് വരിക. മുൻനിര എയർലൈൻസുകളുടെ ഫസ്റ്റ് ക്ലാസ് യാത്രക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് എൽട്ടൺ രുചിക്കാൻ ലഭിച്ചേക്കും. മെസ്സിയുടെ ഈ വൈനും വെറും ഒരു സെലിബ്രിറ്റി ബ്രാൻഡ് ആകാതിരിക്കാൻ ശ്രദ്ധിക്കുന്നു. ഇതിന് യഥാർത്ഥ വിറ്റികൾച്ചർ പിന്തുണയുണ്ട്, യഥാർത്ഥ എസ്റ്റേറ്റ്, യഥാർത്ഥ ക്രാഫ്റ്റ്. ടേസ്റ്റിംഗ് നോട്ടുകൾ പറയുന്നത് പഴുത്ത പ്ലം, ചെറികൾ, വയലറ്റ്സ്, മിനറൽ നോട്ടുകൾ, 20% വൈൻ ഓക്കേജിംഗ് എന്നിവയെല്ലാം ഒത്തുചേരുന്ന ഒന്നാം തരം കോമ്പിനേഷനാണ് മെസ്സിയുടെ വൈൻ എന്നാണ്. വൈൻ വിൽപ്പനയിൽ നിന്നുള്ള വരുമാനത്തിന്റെ ഒരു ഭാഗം മെസ്സിയുടെ ചാരിറ്റി ഫൗണ്ടേഷനിലേക്കാണ് പോകുന്നത്. ഇത് അർജന്റീനയിലെ പിന്നാക്കം നിൽക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസത്തെയും ആരോഗ്യ പരിപാലനത്തെയും പിന്തുണയ്ക്കുന്നു. മെൻഡോസയിലെ അർജന്റീൻ മാൽബക്ക് മുന്തിരിത്തോട്ടങ്ങളിൽ നിന്ന് മയാമിയിലെ ബീവറേജ് ഷെൽഫുകളിലേക്ക് പോയാൽ അവിടെയുമുണ്ട് ഒരു മെസ്സി ബ്രാൻഡ്. 2024 ജൂണിൽ മെസ്സി ലോഞ്ച് ചെയ്ത ഹൈഡ്രേഷൻ ബീവറേജായ മാസ് പ്ലസ്. മാസ് എന്ന സ്പാനിഷ് വാക്കിനർത്ഥം കൂടുതൽ, മോർ എന്നാണ്. കൂടുതൽ എനർജിയും ഹൈഡ്രേഷനും വാഗ്ദാനം ചെയ്യുന്ന ഡ്രിങ്ക്. ലയണൽ മെസ്സിയും ഐതിഹാസികമായ വൈറ്റ് ക്ലോ ഡ്രിങ്കിന്റെ ഉൽപ്പാദകരായ ദി മാർക്ക് ആന്റണി ഗ്രൂപ്പുമായി സഹകരിച്ചാണ് മാസ് പ്ലസ് പുറത്തിറക്കിയത്. മാസ് പ്ലസ് നെക്സ്റ്റ് ജനറേഷൻ ബീവറേജ് കോ എന്ന പേരിൽ പുതിയ കമ്പനി ഇതിനായി സ്ഥാപിച്ചു. 2024 ജൂൺ 13 മയാമിയിലാണ് മാസ് പ്ലസ് ലോഞ്ച് ചെയ്തത്. 24 മണിക്കൂറിനുള്ളിൽ സൗത്ത് ഫ്ലോറിഡയിലെ പബ്ലിക്സിലും വാൾമാർട്ടിലും ഇത് ലഭ്യമായി. താമസിയാതെ ഓൺലൈനിലും. 4 ഇലക്ട്രോലൈറ്റുകളുള്ള ഹൈപ്പർട്ടോണിക് ഫോർമുല, സോഡിയം, മഗ്നീഷ്യം, പൊട്ടാസ്യം, കാൽസ്യം, B3, B6, B12, A, C, E എന്നീ 6 വിറ്റാമിനുകൾ കൂടാതെ ആന്റി ഓക്സിഡന്റുകളും അടങ്ങിയ ഡ്രിങ്കാണ് മാസ് പ്ലസ്. കഫീനോ കൃത്രിമ പഞ്ചസാരയോ നിറങ്ങളോ ഇല്ല. മെസ്സിയുടെ കരിയറിലെ മൈൽ സ്റ്റോണുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഫ്ലേവറുകൾക്ക് പേര് നൽകിയത്. മയാമി പഞ്ച്, ഓറഞ്ച് ഡിയോർ, ബെറി കോപ്പ ക്രഷ്, ലിമോൺ ലൈം ലീക്ക്. പിന്നീട് ഒരു ഗ്രേറ്റസ്റ്റ് ഗ്രേപ്പ് ഫ്ലേവർ കൂടി ഇതിനോട് ചേർത്തു. തന്റെ സ്റ്റാൻഡേർഡുകൾക്ക് അനുയോജ്യമായ ഒരു ഹൈഡ്രേഷൻ ബിവറേജ് കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ടാണ് അദ്ദേഹം ഇത്തരമൊരു എവരിഡേ ഡ്രിങ്ക് ഉണ്ടാക്കിയത് എന്ന് പറയപ്പെടുന്നു. മാസ് പ്ലസ് ഇപ്പോൾ മെസ്സിയുടെ ക്ലബ്ബായ ഇന്റർ മയാമി CFന്റെയും അർജന്റീനയുടെ പുരുഷ ദേശീയ ഫുട്ബോൾ ടീമിന്റെയും ഒഫീഷ്യൽ ഹൈഡ്രേഷൻ പങ്കാളിയാണ്. അതായത് മെസ്സിയുടെ സ്വന്തം ടീം ഈ ഡ്രിങ്ക് ഉപയോഗിക്കുന്നു. ഗോട്ടിന്റെ തലയും കാലുകളും കളിക്കളത്തിൽ ഒരുപോലെ ജോലി ചെയ്യുന്നുവെന്ന് പറയുന്നത് വെറുതെയല്ല. മെസ്സിക്ക് സിലിക്കൺ വാലിയിൽ സ്വന്തമായൊരു Web3 ഗെയിമിംഗ് സ്റ്റാർട്ടപ്പ് ഉണ്ട്. 2022 സ്പോർട്സ് ടെക്, മീഡിയ ടെക്നോളജി കമ്പനികളിൽ കൂടുതൽ നിക്ഷേപമിറക്കാൻ മെസ്സി സാൻ ഫ്രാൻസിസ്കോ ആസ്ഥാനമായി പ്ലേ ടൈം സ്പോർട്സ് ടെക് എന്ന ഹോൾഡിംഗ് കമ്പനി സ്ഥാപിച്ചിരുന്നു. ആ കമ്പനിയുടെ ആദ്യ നിക്ഷേപമായിരുന്നു മൊബൈൽ ഗെയിമിംഗ് സ്റ്റാർട്ടപ്പായ Matchday.com. ഫിഫ പ്ലേ രീതിയിൽ ആരാധകർക്ക് വെർച്വൽ ഫുട്ബോൾ ഗെയിമുകൾ നൽകുന്ന കമ്പനിയാണ് Matchday. എന്നാൽ ഇത് ഫിഫയുടെ ഒഫീഷ്യൽ ഗെയിമിനേക്കാൾ ഫീച്ചറുകൾ ഉള്ളതാണ്. ഇതിൽ ഡിജിറ്റൽ അസറ്റുകൾ സ്വന്തമാക്കാം, യഥാർത്ഥ മാച്ചുകളുമായി വെർച്വൽ ഗെയിമുകളെ ബന്ധിപ്പിക്കാം, ഓൺലൈനിൽ ടീം ക്യാപ്റ്റന്മാരുമായി ചാറ്റിംഗ് നടത്താം, അങ്ങനെ നിരവധി ഫീച്ചറുകൾ. സിലിക്കൺ വാലി റിപ്പോർട്ടുകൾ പ്രകാരം പ്ലേ ടൈം സീഡ് ഫണ്ടിംഗ് റൗണ്ടിൽ $21 മില്യൺ സമാഹരിച്ചിരുന്നു. സ്റ്റാർട്ടപ്പ് പ്രഖ്യാപിക്കുമ്പോൾ മുതൽ Matchday.com സ്റ്റെൽത്ത് മോഡിലായിരുന്നു. ഇത് സൂചിപ്പിക്കുന്നത് ഈ നീക്കം വെറും പ്രചാരണത്തിന് വേണ്ടിയായിരുന്നില്ല, ഒരു ഗെയിമിംഗ് സാമ്രാജ്യം തന്നെ സൃഷ്ടിക്കാൻ വേണ്ടിയായിരുന്നു എന്നാണ്. സിലിക്കൺ വാലിയിൽ നിന്ന് മെസ്സിയുടെ സംരംഭക യാത്ര എത്തിയത് ബ്യൂണസ് അയേഴ്സിലെ അടുക്കളകളിലേക്കാണ്. അർജന്റീനയിലെ ഏറ്റവും പ്രിയപ്പെട്ട വിഭവങ്ങളിലൊന്നായ മിലാനീസ വിൽക്കുന്ന വലിയ റെസ്റ്റോറന്റ് ശൃംഖലയാണ് എൽ ക്ലബ് ഡി ലാ മിലാനീസ. ഇതിന്റെ ഉടമയാണ് ഇന്ന് ലയണൽ മെസ്സി. 2006 ബ്യൂണസ് അയേഴ്സിലെ ബെൽഗ്രാനോയിൽ സ്ഥാപിതമായ ഈ റെസ്റ്റോറന്റ് ശൃംഖല മെലാനീസ എന്ന ഒറ്റ വിഭവത്തെ കേന്ദ്രീകരിച്ചാണ് അന്നും ഇന്നും ഇതിന്റെ ബിസിനസ് മോഡൽ രൂപപ്പെടുത്തിയിരിക്കുന്നത്. മെസ്സിയുടെ ഏറ്റവും പ്രിയപ്പെട്ട വിഭവമാണിത്. കാലക്രമേണ ഈ റെസ്റ്റോറന്റ് ചെയിൻ അർജന്റീന, ഉറുഗ്വേ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവിടങ്ങളിലായി 70-ലധികം പ്രോപ്പർട്ടികളിലേക്ക് വളർന്നു. 2025 മധ്യത്തിലാണ് മെസ്സി ഈ റെസ്റ്റോറന്റ് ശൃംഖലയിൽ ഇൻവെസ്റ്റർ ആകുന്നത്. പിന്നീട് പടിപടിയായി അദ്ദേഹം തന്റെ ഷെയറുകൾ വർദ്ധിപ്പിച്ചു, അതിന്റെ ഉടമയായി. മെസ്സി എത്തിയതോടെ എൽ ക്ലബ് ഡി ലാ മിലാനീസ സ്പെയിൻ, ഇറ്റലി, പോർച്ചുഗൽ എന്നിവിടങ്ങളിലേക്കും വളർന്നു. US-ൽ ബിസിനസ് ഇരട്ടിയാക്കി. അർജന്റീനയിൽ മാത്രം 2025 ഒക്ടോബറോടെ ഈ റെസ്റ്റോറന്റ് ശൃംഖല പ്രതിമാസം ഏകദേശം 80 ടൺ മിലാനീസ പാചകം ചെയ്തു. ഇവരുടെ ഡെലിവറി ചാനൽ ഈ കാലയളവിൽ വർഷം തോറും 60% മുകളിൽ വളർന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പാറ്റേൺ ശ്രദ്ധിക്കാതിരിക്കാൻ കഴിയില്ല. മെസ്സി നിക്ഷേപം നടത്തുന്നത് ഉൽപ്പന്നങ്ങളിലല്ല,
അടിസ്ഥാനങ്ങളിലാണ്. വെബ്3 ഗെയിമിംഗ്, ഫാൻ എൻഗേജ്മെന്റ്, ഡീസെൻട്രലൈസേഷൻ എന്നിവയെല്ലാം അതിൽ വരുന്നു. അതുകൊണ്ടാണ് മെസ്സി സിലിക്കൺ വാലിയിൽ നിന്ന് മെഡിറ്ററേനിയൻ തീരത്തെ സ്കീ റിസോർട്ടിലേക്കും അവിടെ നിന്ന് മാൽബക്ക് മുന്തിരിത്തോട്ടങ്ങളിലേക്കും അർജന്റീനയുടെ അടുക്കളകളിലേക്കും വേഗത്തിൽ സഞ്ചരിക്കുന്നത്. 2023 നവംബർ 7 മെസ്സിയുടെ മുൻ അർജന്റീന സഹതാരവും സുഹൃത്തുമായ സെർജിയോ അഗ്യൂറോ ഒരു ട്വീറ്റ് ചെയ്തു. അഹോര ഓസ്മോസ് ഡോസ് വാമോ അജുഗാർ. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരായി, ഇനി കളി തുടരാം എന്നായിരുന്നു അത്. ആ രണ്ടാമനായിരുന്നു ലയണൽ മെസ്സി. അങ്ങനെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ കളിക്കാരൻ ഔദ്യോഗികമായി ക്രൂ ഇ സ്പോർട്സിന്റെ പകുതി മുതലാളിയായി. 2020 അവസാനത്തിൽ സെർജിയോ അഗ്യൂറോ ആണ് ക്രൂ ഇ സ്പോർട്സ് സ്ഥാപിച്ചത്. വെലറന്റ്, റോക്കറ്റ് ലീഗ്, ലീഗ് ഓഫ് ലെജൻഡ്സ് പോലുള്ള പ്രധാന ടൈറ്റിലുകളിൽ ഇവർക്ക് ടീമുകളുണ്ട്. 2022 ലോകകപ്പ് വിജയത്തിന് ശേഷം മെസ്സി തന്റെ സംരംഭക പരീക്ഷണങ്ങൾ കൂടുതൽ തീവ്രമാക്കിയിരുന്നു. ഈ സമയത്താണ് സുഹൃത്ത് സെർജിയോ അഗ്യൂറോ ക്രൂ ഇ സ്പോർട്സ് എന്ന കമ്പനിയുമായി മല്ലിടുന്നത് ലിയോ കാണുന്നത്. അവർ പരസ്പരം സംസാരിച്ചു. അങ്ങനെ ഇനിയും വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ലാത്തൊരു തുക നൽകി മെസ്സി കമ്പനിയിലെ ഗണ്യമായ ഓഹരികൾ വാങ്ങി. പിന്നെ കമ്പനി കുതിച്ചു. ഈ സ്പോർട്സ് ഇനിയൊരു നിഷയല്ല, അത് മാസ് മാർക്കറ്റ്, മീഡിയ റിച്ച്, ബ്രാൻഡ് ഡ്രിവൻ ഫീച്ചറുകൾ ഒന്നിക്കുന്ന ഭാവിയുടെ ബിസിനസ് വാഗ്ദാനമാണെന്ന് മെസ്സിക്കറിയാമായിരുന്നു. ഏതാണ്ട് ഇതേ സമയത്ത് തന്നെ അത്ലറ്റുകളുടെ ബയോമെട്രിക് ഡാറ്റ ട്രാക്ക് ചെയ്യുന്ന ഒരു സ്റ്റാർട്ടപ്പിലടക്കം മെസ്സി നിക്ഷേപിച്ചു. മുമ്പ് വിക്കിയിലും ഹുഡ്ലൈനിലും പ്രവർത്തിച്ചിരുന്ന റാസ്മിക് ഹോവാഗിമിയൻ, കോഡ് അഡ്വൈസറിലെ മൈക്കൽ മാർക്യൂസ് തുടങ്ങിയ ഇതിഹാസങ്ങളെ ഇക്കാലത്ത് മെസ്സി സ്വന്തം മാനേജ്മെന്റ് ടീമിലെത്തിച്ചു. 2022 തന്നെ AC മൊമെന്റോ എന്ന മറ്റൊരു സ്റ്റാർട്ടപ്പിലും മെസ്സി പങ്കാളിയായി. വലിയ ഫുട്ബോൾ മാച്ചുകൾ കഴിഞ്ഞ ശേഷം കളിക്കാർ ഉപയോഗിച്ചിരുന്ന ജേഴ്സികൾ, ഫുട്ബോളുകൾ, ബൂട്ടുകൾ തുടങ്ങിയവ ലേലം ചെയ്യുന്ന ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് AC മൊമെന്റോ. ഖത്തർ ലോകകപ്പിൽ മെസ്സി ധരിച്ചിരുന്ന 6 ജേഴ്സികൾ ലേലം ചെയ്താണ് ഇവർ തുടങ്ങിയത്. $7.8 മില്യൺ ഈ 6 ഷർട്ടുകൾക്കുമായി ലഭിച്ചത്. മാച്ച് ഓൺ ഷർട്ടുകളും മെമ്മറാബിലിയകളും സംഭരിക്കുക, അവ ശ്രദ്ധാപൂർവം ഔതന്റിക്കേറ്റ് ചെയ്യുക, ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഔതന്റിസിറ്റി വഴി അവയുടെ പ്രോവനൻസ് ഡിജിറ്റൈസ് ചെയ്യുക, കൂടാതെ അവ ആഗോളതലത്തിൽ ലേലം ചെയ്യുക. അതായിരുന്നു അവരുടെ ബിസിനസ് മോഡൽ. ഇത് മെസ്സിയുടെ ബിസിനസ് ആയതുകൊണ്ട് തന്നെ ലൈസൻസിങ്ങിനും ഔതന്റിസിറ്റിക്കും കമ്പനിക്ക് വലിയ പണിയെടുക്കേണ്ടി വന്നിട്ടില്ല. ബാഴ്സ വിട്ട് ഇന്റർ മിയാമിയിൽ എത്തിയപ്പോഴാണ് യഥാർത്ഥത്തിൽ പണം എന്താണ് ചെയ്യുന്നത് എന്ന് മെസ്സി കണ്ടത്. അമേരിക്കയിൽ പണം ഇരട്ടിപ്പിക്കുന്ന വിദ്യ കൈവശമുള്ള മാനേജർമാർ മെസ്സിക്കൊപ്പം ചേർന്നു. 2023 സെപ്റ്റംബറിൽ മെസ്സിയും കുടുംബവും ഫ്ലോറിഡയിലെ ഫോർട്ട് ലോഡർഡെയിലിൽ ബേ കോളനിയിൽ ഏകദേശം $10.8 മില്യൺ ഒരു മാൻഷൻ വാങ്ങി. ഇന്റർ മയാമിയുടെ പരിശീലന ടർഫിൽ നിന്ന് ഏതാനും മിനിറ്റുകൾ മാത്രം അകലെയാണിത്. അതിനുശേഷം 2025 ബ്രിക്കലിൽ നിർമ്മാണത്തിലിരിക്കുന്ന 80 നില ഗ്ലാസ് ടവറായ സിബ്രിയാനി റെസിഡൻസസ് മയാമിയിലെ 4 ലക്ഷറി കോണ്ടോമിനിയംസ് വാങ്ങാനായി മെസ്സി കരാറിലേർപ്പെട്ടു. ഇത് 2028 പണി പൂർത്തിയാക്കും. വില ഏകദേശം $7.5 മില്യൺ. കാസ്റ്റൽ ഡെഫൽസിന്റെ ശാന്തമായ കുന്നുകളിൽ നിന്ന് മയാമിയുടെ തിളങ്ങുന്ന ജലാശയങ്ങളിലേക്ക്, മെറ്റാവേഴ്സിന്റെ ബ്ലോക്ക് ചെയിൻ ഇക്കോസിസ്റ്റത്തിലേക്ക് മെസ്സി അതിവേഗം പോവുകയാണ്. ഗോട്ട് ഒരു കാലത്തും വെറുതെ കളിച്ചു മടങ്ങാറില്ല. അദ്ദേഹം കളിക്കളത്തിന്റെ ഉടമയാണ്. ചിലർ ലെഗസി സൃഷ്ടിക്കും, ചിലർ പണം മാത്രമുണ്ടാക്കും. മെസ്സി ഇത് രണ്ടും ചെയ്യുന്നു. ഒരുപക്ഷെ അതാണ് ലയണൽ മെസ്സിയുടെ യഥാർത്ഥ മാജിക്.